സ്തോത്രം. അപ്പൊ ഇതല്ല ആരെ പരിഹസിക്കാൻ വേണ്ടിയല്ല, നാം തിരിച്ചറിവ് സാധിക്കാൻ വേണ്ടി. നമ്മെ ദൈവം നടത്തി എങ്ങോട്ട് കൊണ്ടുവരുന്ന ഓർത്തോണ്ട് ദൈവം നടത്തണമെന്ന് ഉദ്ദേശിച്ചത് എന്തെന്നറിയാം? നമ്മുടെ മനോഭാവങ്ങളെയാണ്. നമ്മുടെ ശരീരത്തല്ല നടത്തുന്ന കാര്യം പറഞ്ഞത്, നമ്മുടെ മനോഭാവത്തെ, നമ്മുടെ ചിന്താമണ്ഡലത്തെയാണ് ദൈവം നടത്തുന്ന കാര്യം പറഞ്ഞത്. അല്ല അക്ഷരീയമായി നടത്തുന്ന കാര്യമല്ല. അക്ഷരീയമായി നമ്മൾ നടക്കുന്നു, സൂക്ഷിച്ചില്ലേ കാല് തട്ടും, മുള്ളു കൊള്ളും, കുപ്പിച്ചിലേറും, എല്ലാം ചെയ്യും. അതൊക്കെ അനുഭവിക്കേണ്ടി വരും. ജഡപ്രകാരം നടക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത്, ദൈവം നടത്തുന്ന കാര്യം പറഞ്ഞത്. നമ്മുടെ ചിന്താമണ്ഡലത്തെ, നമ്മുടെ മനോഭാവത്തെ ദൈവം നടത്തിക്കൊണ്ട് പറഞ്ഞ ആരാണ് പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നമ്മുടെ ജഡപ്രകാരം നമ്മളെ ദൈവം നടത്തുന്നു എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്തിനാ ബസ്സിൽ കയറുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്തിനാ ഓട്ടോയിൽ കയറുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തിനാ ബൈക്ക് എടുക്കുന്നത്? എന്തിനാ കാറിലൊന്നും എന്തിനാ ദൈവം നടത്തണമെങ്കിൽ? സ്തോത്രം. അപ്പൊ ദൈവം നടത്തുന്നത് ജഡപ്രകാരമുള്ള ഈ വിഷയത്തല്ല പറയുന്നത്. ദൈവം നമ്മുടെ മനോഭാവത്തെ, ചിന്താമണ്ഡലത്തെ, ഭൗതിക ചിന്താമണ്ഡലത്തിൽ നിന്ന് ആത്മീയ ചിന്താമണ്ഡലത്തിലേക്ക് ദൈവം നമ്മെ നടത്തുകയാണ്. അതിനു വേണ്ടിയാണ് ഉപദേഷ്ടാവിനെ വെച്ചിരിക്കുന്നത്. നീ പ്രാകൃതത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കുന്നെങ്കിൽ ഉപദേഷ്ടാവ് പറയും അതല്ല നിന്റെ വഴി, നിത്യതയുടെ വഴി അതല്ല, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വഴി അതല്ല. സ്തോത്രം. വായിക്കാം. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു. ഇതിൽ നടന്നുകൊള്ളുക എന്നൊരു വാക്ക് നിന്റെ പുറകിൽ കേൾക്കും. അതാണ് പ്രവാചകൻ പറയുന്നത്. നിന്നോട് ദൈവത്തിന് അരുളപ്പാട് അറിയിക്കുന്നത് എന്ത് ചെയ്യണം? നീ അല്പം നിൽക്കണം. എന്താണ് ദൈവത്തിന്റെ അരുളപ്പാട്? ഈ ലോകത്തിലെ ഒന്നുമല്ല, പരലോകത്തെ കുറിച്ചാ, ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ചാ, പരന്റെ രാജ്യത്തെ കുറിച്ചാ അരുളപ്പാടുള്ളത്. ഈ ദുഷ്ട ലോകത്തെ കുറിച്ചല്ല ദൈവത്തിന് അരുളപ്പാടുള്ളത്. സ്തോത്രം. സ്തോത്രം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് ഗ്രഹിച്ച് നമ്മുടെ മനസ്സിന് പുതുക്കി വരുമ്പോൾ നമ്മൾ യാഗമായി മാറുകയാണ്. യാഗമായി മാറുക എന്ന് പറഞ്ഞാൽ യാഗമായി തീർന്നെന്നല്ല എന്റെ അർത്ഥം. യാഗമായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ കൂട്ടായ്മയിലും ഓരോ പ്രാർത്ഥനയിലും ഓരോ വചനം വായിക്കുമ്പോഴും നമ്മൾ യാഗമായി മാറിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് വായിച്ചാൽ അങ്ങനെ തന്നെ, വായിക്കേണ്ട രീതിയിൽ വായിച്ചാൽ, തൊന്നുപക്ഷമില്ലാതെ വായിച്ചാൽ നമ്മൾ ആ വചന മുഖാന്തരം നമ്മൾ യാഗമാവുകയാണ്. കാരണം ആ വചനം തീയാണ്. ആ തീയുടെ മുമ്പ് നമ്മൾ യാഗമാവുകയാണ്. സ്തോത്രം. ഇതൊന്നും നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. ഇതൊക്കെ നാം തിരിച്ചറിയണം. ദൈവം നടത്തണം അറിയേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. എന്നിട്ട് വിഷയങ്ങൾ വരുമ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി കാത്തു നിൽക്കും. അവിടെയും പറയും ദൈവം നടത്തുന്നു. സ്തോത്രം. രോഗി കൊണ്ടുപോയി മരിച്ചാൽ തിരിച്ചുകൊണ്ടുവരും. ദൈവത്തിന് ഇഷ്ടം തന്നെ എടുത്തെന്ന് പറയും. സ്തോത്രം. ആ വ്യക്തി ജീവിച്ചതോ ദൈവവിരോധമായിട്ടായിരിക്കും ജീവിച്ചത്. അപ്പൊ ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ജഡപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാടും ദൈവികമായിട്ടുള്ള കണക്ഷനിൽ വരരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. കാരണം ദൈവം പ്രാകൃതമല്ല, ദൈവ ദ്രവത്വമല്ല, ദൈവ കാഴ്ചപ്രകാരമുള്ളതല്ല. കാഴ്ചപ്രകാരമുള്ളതും കാഴ്ചപ്രകാരം അല്ലാത്തതും നമ്മൾ ഒത്തു ചേർക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. സ്തോത്രം. അപ്പൊ ഈ തിരിച്ചറിവുകൾ പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം ഈ ലോകത്തിന്റെ പ്രഭു എത്രത്തോളം നമ്മെ വഞ്ചിക്കാനും വശീകരിക്കാനും ഇടപെടാനും കഴിയുമോ അത്രത്തോളം അവൻ ഉത്സാഹത്തോടെ ചെയ്യും. അതിലൂടെ ആൾക്കാരുണ്ട്, അവന് ഏജന്റുമാരുണ്ട്, അവന്റെ ശുശ്രൂഷകന്മാരുണ്ട്. പക്ഷെ അത് അവരെ അറിയുന്നില്ല. അവരവർ സാത്താന്റെ ഏജന്റുമാരാണെന്ന്. ഹല്ലേലൂയ. അപ്പൊ ജഡപ്രകാരം ദൈവം നമ്മെ സൂക്ഷിക്കുമെന്ന് ആര് നമ്മോട് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കണം ആ വ്യക്തി പിശാചിന്റെ ഏജന്റാണ്. യേശുക്രിസ്തുവിനോട് പറഞ്ഞ സൂക്ഷിക്കുന്നു. അവിടെ പറഞ്ഞ നീ അങ്ങോട്ട് താഴെ ചാടുക സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. നമ്മളൊന്നും ചാടാൻ പറയില്ല, ആ ഭാഗം മാറ്റി വെച്ചിട്ട് സൂക്ഷിക്കുന്നു പറയും. ഈ ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് നമ്മുടെ പ്രാണനെയാണ് സൂക്ഷിക്കുന്നത്. നമ്മുടെ പ്രാണൻ ദൈവത്തിന്റെ കയ്യിലെ ഒരു ഉരുപ്പടിയാണ്. ശരീരം ദ്രവത്വമാണ്.
ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം കഴിയില്ലെന്ന്. പിന്നെ നമ്മള് ഈ പുറമേ ശരീരത്തെ ദൈവം കാക്കുന്നു, സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, അതിന്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ കേട്ട് ഒന്ന് ചിന്തിക്കുക. ദൈവം അതിന് അവസരം ഒരുക്കുന്നേ. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശം കഴിയില്ല. അപ്പൊ ദൈവരാജ്യം അവകാശമാക്കുന്നത് നമ്മുടെ ഗൂഢമനുഷ്യനാണ്. ആ ഗൂഢമനുഷ്യനെയാണ് ദൈവം സംരക്ഷിക്കുന്നത്. ആ ഗൂഢമനുഷ്യനെ ദൈവം സംരക്ഷിക്കുമ്പോൾ ആ ഗൂഢമനുഷ്യൻ പുറത്തെ മനുഷ്യനെ സംരക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം കുളിക്കാൻ ആറിലോ അല്ലെങ്കിൽ വേറെ കുളിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയും അങ്ങോട്ട് ഇറങ്ങണ്ട, കുഴിയാണ്. ആരാ പറഞ്ഞത്? ഗൂഢമനുഷ്യൻ. അപ്പൊ പുറത്തെ മനുഷ്യനെ സൂക്ഷിക്കുന്നത് ഗൂഢമനുഷ്യനാണ്. ഗൂഢമനുഷ്യനെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. തിരിച്ചറിവില്ലെങ്കിൽ ഗൂഢമനുഷ്യൻ കുരുടായിരിക്കും, ദ്രവത്വത്തിലിരിക്കും. യേശുക്രിസ്തു പറഞ്ഞതുപോലെ അകത്തെ മനുഷ്യൻ ചത്തിരിക്കും, ചത്ത് നാറിയിരിക്കും. പുറത്തെ മനുഷ്യന് ദൈവം നടത്തണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കും. സ്തോത്രം. നമ്മളങ്ങനെ യാത്ര ചെയ്ത് പോകുന്നു, ഒരു വാഹനം വരുന്നു, പെട്ടെന്ന് അകത്തെ മനുഷ്യൻ പറയുന്നു സൂക്ഷിക്കണം. അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യനോട് പറയാ, ഇല്ലെങ്കിൽ പുറത്തെ മനുഷ്യനെ കേടുവരും. കേടുവന്ന അകത്തെ മനുഷ്യൻ കൂടെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അകത്തെ മനുഷ്യനെ ഗൂഢമനുഷ്യനെ ദൈവം സൂക്ഷിക്കുമ്പോൾ ഗൂഢമനുഷ്യൻ പുറത്തെ മനുഷ്യനെ സൂക്ഷിക്കണം. അതാണ് കടപ്പാട്. സ്തോത്രം. ഗൂഢമനുഷ്യൻ പറയണ ഇന്ന് ആരാധനയ്ക്ക് പോകണം, പുറത്തെ മനുഷ്യൻ കൂടെ സഹകരിച്ചല്ലേ പറ്റൂ. അങ്ങനെയല്ലേ ഇവിടെ വന്നെത്തിയത്. സ്തോത്രം. അപ്പൊ ഈ വിവരങ്ങൾ നമ്മൾ വിവരമായി തന്നെ തിരിച്ചറിഞ്ഞാൽ ഇതിനപ്പുറമായ വിവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കപ്പെടും. അതിനാണ് വചനത്തിൽ വേരൂന്നാം പറയുന്നത്. ചിന്തകൾ വചനത്തിൽ ഊന്നണം, മനോഭാവങ്ങൾ വചനത്തിൽ ഊന്നി വരണം. സ്തോത്രം. കാരണം എന്താണെന്നറിയോ? ഗലാത്യലേഖനം 1:3 വായിച്ചതുപോലെ ഇപ്പോഴത്തെ ദുഷ്ടലോകം, ഇപ്പോഴത്തെ ലോകം ദുഷ്ടലോകമാണ്. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടിവിക്കേണ്ടത്. നമ്മെ എന്ന് പറയാൻ പുറത്തെ മനുഷ്യനല്ല, അകത്തെ മനുഷ്യന്റെ കാര്യങ്ങൾ പറയണം. സ്തോത്രം. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. അവിടെയാണ് വിടുതൽ, 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 വിടുതൽ ശുശ്രൂഷ. എന്താണ്? രോഗവിടുതലല്ല, ദുഷ്ടലോകത്തിൽ നിന്നുള്ള വിടുതൽ എന്ന് പറഞ്ഞാൽ ദുഷ്ടലോകത്തില് ഈ ദുഷ്ടലോകത്തിന്റെ അനുഗ്രഹമല്ല ദൈവം എനിക്ക് തരുമെന്നുള്ള ചിന്തയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ദുഷ്ടലോകത്തിലുള്ള ദുഷ്ട അനുഗ്രഹങ്ങളെല്ലാം ദൈവം തരുമെന്നുള്ള എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടണം. സ്തോത്രം. അതിന്റെ അർത്ഥം ഈ ദുഷ്ടലോകത്തില് ഈ ദുഷ്ട അനുഗ്രഹം വേണ്ടെന്നാണോ? ആണോ? അങ്ങനല്ല പറയുന്നത്. ദുഷ്ടലോകത്തില് ജീവിക്കുമ്പോൾ ദുഷ്ടലോകത്തിലുള്ള ദുഷ്ട അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അനുഗ്രഹം എന്നല്ല അതിന്റെ പേര്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശാപം എന്നാണ് അതിന്റെ പേര്. 100 രൂപ എനിക്ക് കിട്ടി, ഓ ദൈവം എന്നെ അനുഗ്രഹിച്ചു. പക്ഷെ ദൈവം പറയുന്നത് ശപിച്ചെന്നാണ്. ആ 100 രൂപ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശാപം എന്നാണ്, നമ്മുടെ ദൃഷ്ടിയിൽ അനുഗ്രഹം എന്നാണ് പഠിച്ചിട്ടുള്ളത്. 1000 രൂപ നമുക്ക് കിട്ടി, നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് അനുഗ്രഹം എന്നാണ്. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് ശാപം എന്നാണ്. സ്തോത്രം. ഉന്നത വിദ്യാഭ്യാസം നമ്മൾ പറയും ദൈവം അനുഗ്രഹിച്ചു, പക്ഷെ ദൈവം പറയുന്നു ആ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പേര് ശാപം. ഒരു ഉദ്യോഗം കിട്ടി, നമ്മൾ പറയും ദൈവം അനുഗ്രഹിച്ചു, ദൈവം പറയുന്നു അതിന്റെ പേര് ശാപം. എന്തിനു പറയുന്നത്?
അല്ല ഇതെന്താണ് പറയുന്നത്? അല്ല ബോധമുണ്ടോ എന്താണ് പറയുന്നത്? അല്ല കേൾക്കുന്ന എന്താണോ വല്ല ബോധമുണ്ടോ? സ്തോത്രം. അങ്ങനെ സങ്കീർത്തനത്തിൽ പറയുന്നത് 109:17 ആമേ സ്തോത്രം. ശാപം അവർക്ക് പ്രിയമായിരുന്നു. ഈ ഭൂമിയെയും ഭൂമിയിലുള്ളതിനൊക്കെ ആദാം മുഖാന്തരം ദൈവം എന്ത് ചെയ്തു? അത് അനുഗ്രഹിച്ചു. അപ്പൊ ഇവിടെ വന്ന പ്രവാചകന്മാരൊക്കെ എന്തൊക്കെയാണ് പ്രവചിച്ചിട്ടുള്ളത്? ഈ ലോകത്തെ കുറിച്ച് എന്തൊക്കെ പ്രവചിച്ച് വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്? വാഗ്ദത്തം നിത്യജീവനല്ലാതെ വേറെ എന്താണ് വാഗ്ദത്തം ഉള്ളത്? അദ്രവത്വമായിട്ട്. ദ്രവത്വമായ വാഗ്ദത്തവരോടൊന്നും ഇല്ലെന്നല്ല, പക്ഷെ അത് ആ വാഗ്ദത്തങ്ങളെ ശാപത്തിന് അടിമയാണ്. നമ്മുടെ വീടുകളിൽ വിസിറ്റിങ്ങിന് പ്രാർത്ഥിക്കാൻ വന്നവരൊക്കെ ഏത് കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് അനുഗ്രഹിച്ചിട്ട് പോയിട്ടുള്ളത്? ദൈവ ശാപം എന്ന് പറഞ്ഞതല്ല, ഇവർ അനുഗ്രഹം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയി. എന്നിട്ട് കളിക്കാൻ പറ്റുന്നത് അല്ല, നമ്മളെ അനുഗ്രഹിക്കുക. അങ്ങനെ ഭൗതിക അനുഗ്രഹം ദൈവം തരുന്നു എന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, സമ്മതിക്കാം, തൽക്കാലം സമ്മതിക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് എന്തിനാണ് അവർ ദശാംശം വാങ്ങുന്നത്? ദൈവം അവർക്ക് കൊടുക്കൂലേ? നമുക്ക് ദൈവം തരുമെങ്കിൽ അവർക്ക് ദൈവം കൊടുക്കൂലേ? നമ്മളെക്കാൾ അവർക്കല്ലേ കൊടുക്കാറുള്ളത്? അവരിൽ ദൈവത്തിന്റെ കൂടെ വിലയുള്ളത്. അപ്പോൾ അവരല്ലേ ദൈവം അനുഗ്രഹിക്കാനുള്ളത്. നമ്മളെന്ന് വാങ്ങിയല്ലേ അവരനുഗ്രഹിക്കപ്പെടുന്നത്. പലതുള്ളി പലതുള്ളി സ്തോത്രം. കുറച്ചു മുമ്പ് വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലെ അമ്മ അതിനൊക്കെ പറയാൻ പല വീടുകളിലും പലപ്പോഴും പോകാം. ചിലർക്കൊന്നും ഇഷ്ടമില്ല, എന്നാലും പോകാതിരിക്കാൻ പറ്റൂലല്ലോ. സ്തോത്രം. അപ്പോൾ അന്ന് അവര് പോകുന്ന പള്ളിയിൽ നിന്ന് ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുക. എന്തിനാ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്? അത് കടഭാരം മാറാൻ വേണ്ടി. ഞാൻ പറഞ്ഞേ, അവരിവിടെ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ കടഭാരം മാറും, പക്ഷെ നിങ്ങളുടെ കടഭാരം മാറില്ല, അവരെ കടഭാരം മാറും. ഇങ്ങനെ 10-15 എടുത്ത് ഒരു മാസത്തിൽ ഉപവാസ പ്രാർത്ഥന വയ്ക്കുമ്പോൾ അവരെ കടഭാരം എന്ത് ചെയ്യും? ലോൺ അടഞ്ഞു പോകും. ഇവരുടെ കടഭാരം അതല്ലേ. സ്തോത്രം, സ്തോത്രം. ശരിയും തെറ്റ് നമ്മൾ മനസ്സിലാക്കണം, ഗ്രഹിച്ചറിയണം, തിരിച്ചറിയണം. ഒന്നും അറിയാത്ത പോലെ കണ്ണടച്ച് പാല് കുടിക്കാൻ നിൽക്കുന്നത് പൂച്ചക്കുട്ടിയെ പോലെ. വളരെ പൂച്ചക്കുട്ടി ആവരുത്, മനുഷ്യരായിരിക്കണം. പൂച്ചക്കുട്ടി ആകരുത്, മനുഷ്യരായിരിക്കണം. ബോധമുള്ള മനുഷ്യനായിരിക്കണം, വിവേകമുള്ള മനുഷ്യനായിരിക്കണം, മാനത്തോടിരിക്കുന്ന മനുഷ്യനായിരിക്കണം. വിവേകഹീനനാകരുത്. ഈ തിരിച്ചറിവുകളിൽ ഹീനനായി മാറരുത്, വിവേകമുള്ളവരായിരിക്കണം. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ശാപം അവർക്ക് പ്രിയമായിരുന്നു. 9:17 ശാപം അവർക്ക് പ്രിയമായിരുന്നു, അത് അവർക്ക് ഭവിച്ചു. എന്താണ്? വിദ്യാഭ്യാസം, ജോലി, ഈ ലോകത്തിന് അനുഗ്രഹം, അതൊക്കെ അവർക്ക് ഭയങ്കര പ്രിയോ. അവർക്ക് കിട്ടി. അത് കിട്ടിയില്ലെന്ന് പറയാൻ ഒരാളെ ക്രിസ്ത്യാനായിട്ടുണ്ടോ? അയ്യോ, ദൈവം എനിക്കെല്ലാം തന്നു, മക്കളെ അനുഗ്രഹിച്ചു, എന്നെ അനുഗ്രഹിച്ചു, വീട് കിട്ടി, വസ്തു കിട്ടി, കാറ് കിട്ടി, വാഹനം കിട്ടി, ഉപജീവനം കിട്ടി, ജോലി കിട്ടി. ഈ ഭൂമിയെ ദൈവം എന്ത് ചെയ്തിരിക്കുക? ആദാം മുഖാന്തരം ശപിച്ചിരിക്കുക. എന്റെ കരങ്ങളിൽ വരുന്ന, അധ്വാനിച്ച് കരങ്ങളിൽ വരുന്ന സമ്പത്തും നിങ്ങളുടെ കരങ്ങളിൽ വരുന്ന സമ്പത്തും ശാപമാണ്. പിന്നെ വേണ്ടേ? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അതിന്റെ അർത്ഥം അപ്പം തിന്നണം. പുറത്തെ മനുഷ്യന് അപ്പവും അകത്തെ മനുഷ്യന് ജീവന്റെ വാചകം. ആ പുറത്തെ മനുഷ്യൻ മണ്ണ് കൊണ്ടുള്ള മനുഷ്യൻ. ആ പുറത്തെ മനുഷ്യൻ മണ്ണ് കൊണ്ടുള്ള മനുഷ്യനായതുകൊണ്ട് ഈ ദുഷ്ടലോകത്തിൽ അനുഗ്രഹം പുറത്തെ മനുഷ്യന് വേണം. പക്ഷെ ഗൂഢമനുഷ്യന് അനുഗ്രഹം പോരാ. ഗൂഢമനുഷ്യൻ പറയണം, പുറത്തെ മനുഷ്യന് അനുഗ്രഹം വേണമെങ്കിലും എനിക്ക് വേണ്ടത് സ്വർഗത്തിലെ അനുഗ്രഹം. ഗൂഢമനുഷ്യൻ പ്രതികരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഗൂഢമനുഷ്യൻ പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ദ്രവ്യാഗ്രഹം ആവില്ല. ഗൂഢമനുഷ്യൻ
സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്തെ കുറിച്ച് പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ പുറത്തെ മനുഷ്യൻ ദ്രവ്യാഗ്രഹത്തിന് എന്ത് ചെയ്യില്ല, അടിമയാകും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ മനസ്സിലാവുന്നുണ്ടോ? ഇത് എത്ര കിട്ടിയാലും തൃപ്തിയില്ല. 100 രൂപ കടം ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ച് 100 രൂപ മാറി, 100 രൂപ കടം മാറി, അടുത്ത 1000 രൂപ കടം വായിച്ചു. പിന്നെ 1000 രൂപ കടം മാറാൻ വേണ്ടി പ്രാർത്ഥനയാണ്. 1000 രൂപ കടവും മാറി. പ്രാർത്ഥിച്ചോണ്ടല്ല മാറിയത്, വേറെ അത് കൂലിയിട്ടുണ്ടാ. എന്തായാലും പോട്ട് പ്രാർത്ഥിച്ചല്ലോ, പ്രാർത്ഥിച്ച് മാറി. അടുത്ത 10000 രൂപ കടം ഉണ്ടാക്കി വയ്ക്കും. ഉണ്ടാക്കില്ലേ? ദൈവം നടത്തുന്നേ. 15 രൂപ വാങ്ങിച്ചപ്പോൾ ഇന്ന കാര്യം ചെയ്യാം, ദൈവം നടത്തും. ശരി, അതും നീന്നു. പിന്നെ അടുത്ത് 1,00,000 രൂപ കടം വാങ്ങിക്കും. ഇന്ന കാര്യം ചെയ്യാം, ദൈവം നടത്തുന്നേ. അതും കടം തീരുന്നു. പിന്നെ 10,00,000 രൂപ, പിന്നെ തീരും. പിന്നെ തീരും. വരുമാനം ഉണ്ടെങ്കിൽ തീരും. വരുമാനം ഉണ്ടെങ്കിൽ കടം തീരും. വരുമാനം ഇല്ലെങ്കിലോ? സ്തോത്രം. ഈ വിവരങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഗൂഢമനുഷ്യൻ സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹത്തിന് യോഗ്യമാകുമെന്ന് ശക്തിപ്പെട്ടാൽ ഗൂഢമനുഷ്യൻ പറയും, വേണ്ട, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാം. നമുക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് കടന്നാൽ മതി. നമുക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പ്രവേശിച്ചാൽ മതി, തിരിഞ്ഞു നോക്കിയാൽ മതി. അല്ലെങ്കിൽ വേണ്ട. വീട്ടിന്റെ അടുത്ത് ചേർന്ന് ഒരു 5 സെന്റ് വസ്തു പുറത്തെ മനുഷ്യൻ പറയും വാങ്ങിക്കണം. അടുത്തുള്ള ആൾക്കാരെല്ലാം പറയും വാങ്ങിക്കണം. പാസ്റ്റർമാർ പ്രാർത്ഥിക്കുകയും ചെയ്യും വാങ്ങാൻ വേണ്ടി. ഇവിടെ മനുഷ്യൻ പറയും വേണോ, വാങ്ങിക്കണോ, വാങ്ങിക്കണോ, വാങ്ങിച്ചാൽ പൈസ ഉണ്ടോ വാങ്ങിക്കാൻ? പറയില്ലേ, പൈസ ഉണ്ടോ വാങ്ങാൻ? വാങ്ങാൻ പൈസ ഉണ്ടോ? പറയോ ഇല്ലയോ? വേണ്ട, നീ പൈസ ഒന്നുമില്ല, വേണ്ട, വാങ്ങിക്കണ്ട. അത് പുറത്തെ മനുഷ്യനിൽ ശക്തിപ്പെട്ടിരിക്കുന്ന കുറെ ആൾക്കാർ നീ നമ്മളൊക്കെ സഹായിക്കാം. സഹായിച്ചു വായിച്ച് പിറ്റേ മാസം തൊട്ട് പൈസ, എന്റെ പൈസ താ. നമ്മളെ വഞ്ചിച്ചോ? കൂടെ മനുഷ്യൻ പറഞ്ഞതാ വേണ്ടെന്ന്. പുറത്തെ മനുഷ്യന്റെ സ്നേഹിതന്മാരുണ്ടല്ലോ, എല്ലാവരും കൂടെ വന്ന് പുറത്തെ മനുഷ്യനെ ഇളക്കി, അകത്തെ മനുഷ്യനെ മൈൻഡ് ചെയ്തില്ല. വഞ്ചനയിൽ അകപ്പെട്ട്, ദ്രവ്യ സമൃദ്ധിയിൽ അകപ്പെട്ട് വഞ്ചിക്കപ്പെട്ടു. ഈ പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റുമോ? പകരം വായിച്ച് സമാധാനം വരുമോ? പകരം വായിച്ച് അവരെ ഗ്രഹിക്കാൻ പറ്റുമോ? അവർ വിളിച്ചോണ്ടിരിക്കുക, അവർ ചോദിച്ചോണ്ടിരിക്കുക, എങ്ങനെ കൊടുക്കും? പിന്നെ ആതാളിയായി. അങ്ങനെ എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതോടെ എല്ലാ കടം തീരും. സ്തോത്രം. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊന്നും തിരിച്ചറിയാതെ പ്രാർത്ഥിച്ച് നടന്നാൽ ഒരു രക്ഷയുമില്ല. അതാണ് പറയുന്നത്, ശാപം അവർക്ക് പ്രിയമായിരുന്നു, അത് ഭവിച്ചു. ശാപം കൂടെ മനുഷ്യന് വേണ്ട. കൂടെ മനുഷ്യൻ പറഞ്ഞു അത് വേണ്ട. പുറത്തെ മനുഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു അത് വേണം. അപ്പോഴും കൂടെ മനുഷ്യൻ പറഞ്ഞു വേണ്ട. സ്തോത്രം. ഈ അവരവർക്ക് സ്വന്തം കൈ മാത്രമേ എവിടെ ഇരിക്കുള്ളൂ, തലരടിയിലിരിക്കുള്ളൂ. അവരവർക്ക് പ്രാപ്തി ഉണ്ടോ ചെയ്യുക, ഇല്ലെങ്കിൽ ആ ഭാഗം വിടുക. പ്രാപ്തി വരുമ്പോൾ നമുക്ക് ചെയ്യാം. സമാധാനപ്പെട്ട കുഴപ്പമുണ്ടോ? ആ സമാധാനം എന്ന് നിൽക്കും. വാങ്ങിയേ പറ്റൂ എങ്കിൽ വാങ്ങിച്ചോ. സമാധാനം കിട്ടി, വാങ്ങിച്ചു, സമാധാനം കിട്ടി. പക്ഷെ പിറ്റേന്ന് മുതൽ സമാധാനം പോയി. അടുത്ത് പറയുന്നു, അനുഗ്രഹം അവർക്ക് അപ്രിയമായിരുന്നു, അത് അവരെ വിട്ടുപോയി. ഏതനുഗ്രഹം? സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹം. ശാപം എന്ന് പറഞ്ഞല്ലോ ഭൂമിയിലെ അനുഗ്രഹം. ഭൂമിയിലെ അനുഗ്രഹം എന്നതിന്റെ പേരില്ല, നമ്മളങ്ങനെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ പറയും അനുഗ്രഹം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയിലെ സകല കാര്യങ്ങളെ ശാപം. ആദ്യ ഫലം കിട്ടിയ നമ്മളിങ്ങനെ അനുഗ്രഹം പോലെ ദശാംശം കൊണ്ട് കൊടുക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ ആ ഏരിയയിലൊക്കെ അറിയാം. ഇങ്ങനെ കൊണ്ട് കൂട്ടിയിടും 6 മാസത്തേക്ക് ഒരിക്കൽ നെല്ല് പള്ളിക്കകത്ത്. അറിയാമല്ലോ, ദൈവത്തിന് കൊടുക്കണതാ. ഇപ്പൊ എവിടെ പോയി കൊടുത്തു?
ഒരു നെല്ല് തലമുറകൾ കാണാൻ പോലും ഈ സമൂഹത്തില്ല. നമ്മുടെ വീടുള്ള നെൽകൃഷി ഉണ്ടായിരുന്നല്ലോ, തലമുറകൾ ചോദിക്കും അവിടെ അങ്ങനെ ഉണ്ടായിരുന്നോ? എവിടെ പോയി? ദൈവത്തിന് കൊടുത്തതാ. ചേന, മരിച്ചിനി, ഫലവത്തായ പല കാര്യങ്ങളും എവിടെ പോയല്ല? ദൈവം പ്രസാദിച്ച് എങ്കിലേ ഈ കൃഷി സമ്പത്തൊക്കെ നഷ്ടപ്പെടുമായിരുന്നോ? കൊടുത്തു, ദൈവം പ്രസാദിച്ചില്ല. ആര് തിന്നു? കമ്മിറ്റിക്കാർ തിന്നു. പെന്തക്കോസ്ത് പള്ളിയിലാണെങ്കിൽ പാസ്റ്റർമാർ തിന്നു. കൊടുത്തതാക്ക ദൈവത്തിന്. ഇവൻ ദൈവം. സ്തോത്രം. ഇതെല്ലാം നമ്മൾ അറിവില്ലായ്മയിൽ ചെയ്തുവെങ്കിലും അറിവിലേക്ക് വരാത്തിടത്തോളം അറിവില്ലായ്മയുടെ ശാപം നമ്മുടെ മേൽ വാഴുക തന്നെ ചെയ്യും. അറിവിലേക്ക് വന്നാൽ മനസ്സ് പുതുക്കാം, ഏറ്റുപറയാം, സ്തോത്രം, മാനസാന്തരപ്പെടാം. അറിവില്ലായ്മയുടെ കാലങ്ങളെ ക്ഷമിച്ചു. അറിവിലേക്ക് വന്നില്ലെങ്കിലോ ഒരു ക്ഷമയില്ല. പ്രൈസ്തല്ലോ. അപ്പൊ ഇതെല്ലാം നമ്മുടെ അനുഭവങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അനുഭവങ്ങളിൽ കൂടെ മനസ്സിലാക്കണം. ഒരു സമയം നോക്കാറില്ല, പെന്തക്കോസ്ത് പള്ളിയിലായാലും മറ്റു പള്ളികളിലായാലും കോഴി മുട്ട കൊണ്ടുവയ്ക്കുന്നത് ഓരോരുത്തരും. ജന്തു മാത്രം മുട്ട എന്ന് പറയും കൊണ്ട് ചില പഠിക്കുന്നത്. എല്ലാം തീരെ പിടിച്ച് പോയില്ലേ? പക്കം പോലും പോയില്ലേ? പക്കം കെട്ടുമില്ലേ? സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ ആരാ തിന്നത്? ദൈവം തിന്നു. ദൈവത്തിന് വേണം മുട്ടയും ജാനയും ചാമ്പും നെല്ലും അരിയെല്ലാം ദൈവത്തിനാണോ? ദൈവത്തിനെന്ന് പറഞ്ഞല്ലേ നമ്മളത് വാങ്ങിച്ചത്. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ഇനിയെങ്കിലും 10 രൂപ കൊടുത്ത് ദൈവനാമത്തിൽ കൊടുത്താലും ഇത് ദൈവത്തിനല്ല, ഇത് ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കൊടുക്കണം. ദൈവികമായ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവനാമത്തിൽ ഇന്നാരെ സഹായിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ല, ദൈവത്തിന് വേണ്ടി തന്നെ കൊടുക്കരുത്. ദൈവത്തിന് പണം ആവശ്യമില്ല. ദൈവത്തിന് ഈ ലോകത്തിൽ ഒന്നും ആവശ്യമില്ല. കാരണം ദൈവത്തിന് ഇതെല്ലാം ശാപമാണ്. സ്തോത്രം. പക്ഷെ ദൈവനാമത്തിൽ പ്രവർത്തനത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടണം. പ്രൈസ്തല്ലോ. ഇപ്പൊ തിരിച്ചറിവിന്റെ ആത്മനിയോഗത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. യാത്ര ചെയ്യുവാൻ തക്കതായ ബോധവൽക്കരണമാണ് അപ്പോസ്തലന്മാര് ദൈവസഭയ്ക്ക് അന്ന് കൊടുത്തത്. ഇന്ന് ദൈവസഭ ഉണ്ടെന്ന് അനേകര് വാദിക്കുന്നു. പക്ഷെ ദൈവസഭ ഇന്നില്ല. ഉണ്ടോ? പള്ളികളെ ഉള്ളൂ, സംഘടനകളെ ഉള്ളൂ, ദൈവസഭ ഇല്ല. സ്തോത്രം. ദൈവസഭ ഉണ്ടെങ്കിൽ ആ ദൈവസഭയിൽ ഉപദേശം കാണും. ഉപദേശമില്ലെങ്കിൽ ദൈവസഭ ഇല്ല. ഉണ്ടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ട് ഉണ്ട് ഉണ്ടെങ്കിൽ ഞാൻ കൂടെ പോകും. സംഘടനകളെ ഉള്ളൂ, ദൈവസഭ ഇല്ല. പിന്നെ സഭ എടുക്കപ്പെടും എന്ന് പറയുന്നതോ അത് രക്ഷിക്കപ്പെടുന്നവര് നിന്നന്തോറും ദൈവം തന്റെ സഭയോട് ചേർക്കും. അത് വേറെ സ്ഥലത്താണ് ഉള്ളത്. ദൈവം തന്റെ സഭയെ സ്ഥാപിച്ചത് ലോകത്തല്ല. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അത് ജയിക്കുകയില്ല. അത് ഈ ഭൂമിയിലല്ല ദൈവം തന്റെ സഭയെ പണിയുന്നത്. അതിന് വേറെ സ്ഥലമുണ്ട്. അത് വേറെ സ്ഥലമുണ്ട്. അവിടെ പണിതോണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവസഭയെ പണിയുന്നില്ല. നമ്മളൊക്കെ കയറിക്കണത് ദൈവസഭ പണിതോണ്ടിരിക്കുന്നത്. ഇതിവിടെ പൈസ ഉണ്ടെങ്കിൽ ലോണൊക്കെ എടുത്ത് ആരെങ്കിലുമൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു വീമൊക്കെ വാർത്ത് ഒക്കെ എടുക്കുക. അത്രേ ഉള്ളൂ. അതിന് കരം കൊടുക്കണം. അവിടെ ദൈവസഭയ്ക്ക് കരം കൊടുക്കണ്ട. ദൈവസഭയ്ക്ക് മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ നിന്ന് കരം കൊടുക്കണ്ട. അപ്പൊ ഇവിടെയൊക്കെ ഇരിക്കണ ദൈവസഭയാണോ? ഒന്ന് തെളിച്ച് പറയും. അല്ല, എന്റെ അറിവില്ലായ്മയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അതൊരു ശോധന കൊണ്ടാ പറയുന്നത്. അല്ല, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സഭയെ പണി, പാതാള ഗോപുരം അതിന് ജയിക്കില്ല. ഇവിടെ പണിയപ്പെടുന്ന ഓരോ സഭകൾക്കും കമ്പി അടച്ചു കൊടുക്കണം, വെള്ളക്കരം കൊടുക്കണം, വസ്തു കരം കൊടുക്കണം, വീട്ടുകരം കൊടുക്കണം, എല്ലാത്തിനും കരം കൊടുക്കണം. ദൈവസഭയുടെ കരം കൊടുക്കണം. അപ്പൊ ദൈവസഭ എന്ന് പറഞ്ഞ അവളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതോ? അല്ല, ബോർഡിൽ ഒരു ദൈവസഭ എന്ന് പേര് വെച്ചെന്ന് പറഞ്ഞ ദൈവസഭയാവോ?
ഇതെല്ലാം പാതാള ഗോപുരം തന്നെ. ഈ സംഘടനാ സഭകളെല്ലാം പാതാള ഗോപുരമാണ്. ഈ ഗോപുരം ദൈവസഭ ജയിക്കില്ല. ആ ദൈവസഭയോട് നമ്മൾ ചേരുന്നത് രക്ഷിക്കപ്പെടുമ്പോഴാണ്. രക്ഷിക്കപ്പെടുന്ന ശരീരം വിടുമ്പോഴാണ്. രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനം തോറും സഭയോട് ചേർന്നു. അവസാനത്തോളം സഹിച്ചു നിന്ന് ശരീരവിയോഗം ശരീരത്തെ വെറുതെ ഇവിടെ ഇട്ടിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. ആ വ്യക്തി ഗൂഢമനുഷ്യനാണ്. ആ ഗൂഢമനുഷ്യൻ ദൈവസഭയ്ക്കാണ്. ആ ദൈവസഭ ഭൂമിയിലല്ല. അത് ദൈവത്തിന് വേറെ ഭദ്രമായ സ്ഥലമുണ്ട്. അത് എവിടെയാണെന്ന് വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ അറിയാൻ കഴിയും. സ്തോത്രം. ആ സഭയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. നമ്മൾ വിചാരിക്കണം ഇവിടെ ഇറങ്ങി വരും, ഇവിടെ നിന്ന് കുറെ പേര് ഇങ്ങനെ കൊണ്ടുപോകും. ചില ആൾക്കാർ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും പ്രസംഗിച്ചിട്ടുണ്ട്. 2000 ആണ്ട് വരുമ്പോൾ യേശു മതി വരും. ചില ആൾക്കാർ പറഞ്ഞ് 2000 ആവുമ്പോൾ ലോകം അവസാനിക്കും. പിന്നെ ചില ആൾക്കാർ പറഞ്ഞ് യഹൂദന്റെ പള്ളി പണിയുന്നതിന്റെ പണി തുടങ്ങുന്നതിന്റെ തലേ ദിവസം സഭ എടുക്കപ്പെടും. ഇവിടെ പണി തുടങ്ങാൻ തുടങ്ങിയത് യഹൂദന്റെ പള്ളി പണി തുടങ്ങുന്ന റൂമറുണ്ട്. ഇവരൊക്കെ എന്ത് പ്രസംഗിച്ച് ഏത് പ്രസംഗിച്ച് ജനത്തെ വഞ്ചിച്ചെന്നുള്ള കാര്യം, പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ പ്രസംഗിച്ചിട്ടുണ്ടോ? പ്രസംഗിക്കാൻ ആൾക്കാരുണ്ടോ? ചുരുക്കം പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം മൺമറഞ്ഞു പോയില്ലേ? നമ്മിൽ ഓരോരുത്തരെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി എഴുന്നേറ്റ് പ്രകാശിക്കും. സത്യവചനം നിത്യവചനമായി പ്രസംഗിക്കും. ഓരോരുത്തരും അഭിഷേകമുള്ളവരായി മാറും. ഹല്ലേലൂയ. അതിനെ എതിർക്കുന്നവരാരായാലും അവർ ശിക്ഷാവിധി ചുമക്കും എന്നതിന് ആകാശവും ഭൂമി സാക്ഷിയാണ്. അങ്ങനെയുള്ളവരോട് ആരും കൂറ് കാണിക്കരുത്, കൂട്ടായ്മയും കാണിക്കരുത്. ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചു ദൈവത്തെ ക്രിസ്തുവിന്റെ നല്ല ഭടനായി അപ്പോസ്തലന്മാരെ കൂടെ കഷ്ടം സഹിക്കാനാണ് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചത്. സ്തോത്രം. നമ്മളെ കുറിച്ച് പറയാം, അപ്പോസ്തലന്മാരെ കൂടെ എന്ന് മാത്രമല്ല അപ്പോസ്തലന്മാരെ പോലെ കഷ്ടം സഹിക്കണം. സ്തോത്രം. ഇന്ന് ഭൂമിയിൽ അപ്പോസ്തലന്മാരെന്നൊക്കെ പറയുന്നു. അത് അപ്പോസ്തലന്മാർ അല്ലാതിരിക്കുക അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. കാരണം ഗൂഢമനുഷ്യനെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത്. ഗൂഢമനുഷ്യന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയല്ല പ്രസംഗിക്കുന്നത്. പുറത്തെ മനുഷ്യനെ പുഷ്ടിക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് അവരൊന്നും കള്ള അപ്പോസ്തലന്മാരാണ്, അപ്പോസ്തലന്മാരല്ല. അത് ഏത് വിഭാഗമായാലും സത്യം സത്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. അപ്പോസ്തലന്മാര് ഭൂമിയിൽ ഉണ്ടായിരുന്നു. കർത്താവ് നിയമിച്ചാക്കിയ അപ്പോസ്തലന്മാര് അവർ ലേഖനം എഴുതി ശേഷം സഭയെ ഏൽപ്പിച്ചു. അവര് ഈ ലോകം വിട്ടുപോയി. സ്തോത്രം. അവര് പോയതോടുകൂടി ലേഖനം അതുപോലെ ഇരിപ്പുണ്ട്. അത് പ്രിന്റ് ചെയ്ത പുസ്തകമായി മാറി എന്നല്ലാതെ ബാക്കിയൊന്നും സംഭവിച്ചിട്ടില്ല. ആരും വായിക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. അതായത് വായിക്കേണ്ട വിധത്തിൽ വായിക്കുന്നില്ല, ഗ്രഹിക്കേണ്ട വിധത്തിൽ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഗൂഢമനുഷ്യനെ കുറിച്ചുള്ള വിവേകമോ വിവരമോ ആർക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ലഭിക്കും ആർക്ക്? ശിശുക്കൾക്ക്. ഞാൻ ശിശുവാണ് എന്ന് പറഞ്ഞ് വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കത്തക്കവണ്ണം തന്നെത്താൻ താഴ്ത്തിയാൽ അവർക്കത് വെളിപ്പെടുത്തും. ജ്ഞാനികൾക്കും വിവേകികൾക്കും സമ്പത്തുള്ളവർക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവമേ ഞാനങ്ങെ വാഴ്ത്തുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞു എങ്കിൽ ആ സത്യം നമ്മിൽ വെളിപ്പെട്ടു വരും. ഇത് ജ്ഞാനികൾക്ക് കിട്ടില്ല, തത്വജ്ഞാനികൾക്ക് കിട്ടില്ല, വിവേകികൾക്ക് കിട്ടില്ല. തന്നെത്താൻ താഴ്ത്തുവാൻ, തന്റെ തെറ്റുകളെ ഗ്രഹിപ്പാൻ, സ്വന്തങ്ങളിലെ കോലോർക്കുവാൻ ആര് മനസ്സ് പുതുക്കിക്കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രവർത്തന പ്രിയം വയ്ക്കുന്നുവോ അവർക്ക് മാത്രമേ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടൂ. കഴിഞ്ഞ നാളുകൾ നമ്മൾ കേട്ടതുപോലെ അല്ലാത്ത ഒരു മനുഷ്യർക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടില്ല, വെളിച്ചപ്പാട്. സ്തോത്രം. സ്തോത്രം. 119 സങ്കീർത്തനം അതിന് 8-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്.
ചട്ടം ആചരിച്ചില്ലെങ്കിലോ? അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കില്ല, തള്ളിക്കളയില്ല. ആരെടുത്താ പറഞ്ഞ്? അത് യഥാർത്ഥത്തിൽ അത് ശിഷ്യന്മാരല്ലേ പറഞ്ഞത്. ഇന്നുള്ള ആൾക്കാർ എന്താ പറയും? എന്റെ അടുത്താ പറഞ്ഞേ. അല്ല, പ്രമാണം എല്ലാം യഹൂദനോട് പറഞ്ഞത്, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, കൈവിടുകയില്ല. അത് നമ്മളടുത്ത് പറഞ്ഞത് എന്തിനാ? കാണിക്കിട്ടാണ്. പ്രസംഗിച്ച് ജനത്തെ വഞ്ചിക്കുന്ന വഞ്ചകന്മാരെ തിരിച്ചറിയാതിരിക്കരുത്. അവർ തത്വജ്ഞാനികളായിരിക്കാം, സമ്പത്തുള്ളവരായിരിക്കാം, മാനിക്കപ്പെട്ടവരായിരിക്കാം, ലോകത്തിൽ അറിയപ്പെടുന്നവരായിരിക്കാം. അതിലൊന്നും കാര്യമില്ല. അവരെ പോലെ അറിയപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരല്ലാത്തവരുണ്ട്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ഒഴിവ് ചെയ്യാലോ, കുമ്പള ഒഴിവ് പോലെ എല്ലാം അഴിപ്പോവും. നമ്മളും അഴിപ്പോവും ജടപ്രകാരം. പക്ഷെ നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യരുത്? ദണ്ഡനത്തിൽ പോകരുത്. കൂടെ മനുഷ്യൻ ദണ്ഡനത്തിൽ പോകരുത്. അതിന് തക്കവണ്ണം നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. അവർ ആചരിച്ചില്ലെങ്കിലോ? നമ്മളൊക്കെ ആചരിക്കുന്നവരാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സോട് ചിന്തിച്ചാൽ മതി. നമ്മളൊക്കെ എത്രത്തോളം ആചരിക്കുന്നുണ്ട്? ഉപേക്ഷിക്കാൻ, തള്ളിക്കളയാൻ സാധ്യത കൂടുതലാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ വിട്ടിരിക്കുന്നത്? ഒരു ശേഷിപ്പ് വിടുവിക്കപ്പെടാൻ വേണ്ടിയാണ്. ആ ശേഷിപ്പിൽ നമ്മൾ ചേർന്ന് വരണം. ഇല്ലെങ്കിൽ ഒടുക്ക നാളിൽ ഞാൻ നിന്നെ അറിയുന്നില്ല, തീർത്തു പറയും. ഇന്ന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ല വിട്ടിരിക്കുക. കിണറ്റിന്റെ പാലത്തിലിരിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ വെച്ചിരിക്കുക. ഒടുവിൽ തീർപ്പ് ഏൽപ്പിക്കും, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. ആ ലിസ്റ്റിൽ നമ്മൾ ആകരുത്. എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവര് വരുവിൻ എന്ന ലിസ്റ്റിലേക്ക് നമ്മൾ ചേർന്നു. അതിൽ മാത്രം ചേർന്നാൽ പോരാ, ലോക സ്ഥാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പിന്റെ ലിസ്റ്റിലേക്ക് നമ്മൾ ചേരണം. സ്തോത്രം. അവിടെയാണ് സീവന്റെ അവകാശം വരുന്നത്. അല്ല, സീവൻ എന്ന പാടിക്കൊണ്ടിടന്ന സീവൻ കിട്ടൂല. സർക്കാർ ജോലി ഇല്ലാത്ത ആളെ എനിക്ക് സർക്കാർ ജോലി ഉണ്ടെന്ന് പാടിക്കൊണ്ടിടുന്ന എന്റെ അർത്ഥം എന്താണ്? ഇയാളെന്ന് പറഞ്ഞു കുറച്ച് പറയാൻ മനുഷ്യ. എവിടെ അങ്ങനെ പറയും തലക്ക്. അതെ, അങ്ങനെ പാടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. സിയോന്റെ ഉപദേശം ഒന്നും ഇല്ലാതിരിക്കുക, സിയോൻ എന്ന് പാടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. തലയ്ക്ക് സുഖമെന്നാണ്. സ്തോത്രം. നാം അക്കൂട്ടത്തിലാവരുത്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലാത്തതിന് ഇല്ലെന്ന് പറയാം. കർത്താവിനോട് ചോദിച്ചാൽ കിട്ടും. സമ്പത്തിന്റെ കാര്യമല്ല പറയുന്നത്, സിയോന്റെ കാര്യമാണ്, സിയോന്റെ ഉപദേശ കാര്യമാണ്. ഹല്ലേലൂയ. വായിക്കാം. ആചരിക്കും. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചു? കർത്താവെ അങ്ങനെ ഉപേക്ഷിക്കരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, കൈവിടില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ തള്ളിക്കളയില്ലെന്ന്, നിത്യജീവനിൽ നിന്നും തള്ളിക്കളയില്ലെന്ന്, ജീവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് കീറിക്കളയില്ലെന്ന്. തള്ളിക്കളയിൽ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞാൽ അതാണ്. അല്ല, ഇവിടെ തള്ളില്ലെന്നല്ല. ഇവിടെ അപകടം വരാം, ദുഃഖം വരാം, പ്രയാസം വരാം, വേദന വരാം, ഈർച്ചകളാൽ അറക്കപ്പെടാം, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടാം, പഴിക്കപ്പെടാം, ദുഷിക്കപ്പെടാം. ഏത് നാണം കെട്ട പ്രവൃത്തിയിലും മറ്റുള്ളവർ നമ്മളെ കൊണ്ട് കുടിക്കുന്നു വരാം. കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സ്തോത്രം. അതൊക്കെ പിന്നെ അവരവരൊക്കെ അനുഭവിച്ചോളൂ. പക്ഷെ കർത്താവ് പറയും, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല. കാരണം നീ എന്റെ ചട്ടങ്ങൾ ആചരിക്കാൻ തീർപ്പ് ലഭിച്ചിരിക്കുക. നീ എന്റെ ചട്ടങ്ങളിൽ നടക്കാം, ആചരിക്കാം എന്ന് നീ തീർപ്പ് കൽപ്പിച്ചിരിക്കുക. നമുക്ക് തീർപ്പുണ്ടോ? തീരുമാനമുണ്ടോ? ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ തീരുമാനം എടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ തീരുമാനത്തെ സംബന്ധിച്ച് നമുക്ക് എന്ത് തീരുമാനമുണ്ട്? തീരുമാനമാക്കി അങ്ങയുടെ വിധികൾക്കായുള്ള നിത്യവാഞ്ച, കർത്താവേ, അങ്ങയുടെ വിധികൾക്കായുള്ള നിത്യമായ വാഞ്ച എന്റെ മനസ്സ് തകർന്ന് നുറുങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കില്ല. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയുള്ള തകർച്ച? ശുശ്രൂഷകർ നമ്മളെ പഠിപ്പിച്ചത് ഏതാ തകർച്ച? കുടുംബത്തിലെ തകർച്ച. കുടുംബത്തിൽ ഭർത്താവ്, ഭാര്യ, മക്കള് തകർന്നു പോയി. അങ്ങനെ നിന്റെ മനസ്സ് തകർന്നു പോയി.
തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കില്ല. അങ്ങനെയല്ലേ പഠിപ്പിച്ച് കാണിക്കാമെന്നു? അങ്ങനെയാണോ ഇവിടെ എഴുതിയിരിക്കുന്നത്? കുടുംബത്തിൽ തകർച്ചയല്ല കേട്ടോ. ദൈവത്തിന്റെ നിത്യവാഞ്ച കൊണ്ട്, ദൈവത്തിന്റെ വിധികൾക്കായുള്ള നിത്യമായ വാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ സ്തോത്രം, ദൈവം ഉപേക്ഷിക്കില്ല. ഈ ലോകത്തിലെ കാര്യങ്ങൾ, വിഷയങ്ങൾ വെച്ചല്ല നമ്മുടെ മനസ്സ് തകരാനുള്ളത്, ഹൃദയം നുറുങ്ങാനുള്ളത്. കേൾക്കുന്നുണ്ടോ? ഗ്രഹിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ വേര് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? ചിന്ത വേര്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുമയുടെ അഭിഷേകം വ്യാപരിക്കപ്പെടും. പുത്തൻ അഭിഷേകം വ്യാപരിക്കപ്പെടും. പുത്തൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പുത്തനല്ല, അന്നേ ഉള്ളതും ഇന്നുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തതും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം മുതൽ ഉള്ളതും മനുഷ്യർക്ക് വെളിപ്പെട്ടിട്ടില്ലാത്തതുമായ അഭിഷേകം നമ്മുടെ മേൽ വെളിപ്പെടണം, വ്യാപരിക്കപ്പെടണം. അതിന് വഴികാട്ടിയായിട്ടാണ് ഈ തിരുവെഴുത്തുകൾ, സങ്കീർത്തനങ്ങളെല്ലാം നമുക്ക് കൈചൂണ്ടിയായി മാറുന്നു. നിസ്സാരമെന്ന് വിചാരിക്കരുത്. അത് ലോകപ്രകാരം ഒരു വിഷയത്തിലുള്ള ഹൃദയം നുറുക്കമോ മനസ്സ് തകർന്ന മനസ്സിനെയല്ല ദൈവം നോക്കുന്നത്. നിത്യവാഞ്ച, നിത്യമായ വിധികൾ, നിത്യജീവനായിട്ടുള്ള നിത്യവാഞ്ച കൊണ്ട് തകരുന്ന മനസ്സിന്, നുറുങ്ങുന്ന ഹൃദയത്തെ ദൈവം നിരസിച്ച് കളയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ആഗ്രഹമില്ലാത്ത സകലരും, അതായത് ദൈവത്തിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് തകർന്നു നുറുങ്ങിയ ഹൃദയമല്ലാത്ത സകലരും ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിന് അടിമയാണ്. ദുഷ്ടലോകത്തിന് അടിമയാണ്. നമ്മൾ അതിൽ നിന്ന് വിടുവിക്കപ്പെടണം. അതിനായി ദൈവം നമ്മെ വിളിക്കുക, ദൈവം നമ്മോട് ആജ്ഞാപിക്കുക. ഇത് ലോകത്തിന് മനസ്സിലായില്ലെങ്കിലും അവരവർക്ക് ഇത് മനസ്സിലാകണം. അതിനായി നമുക്കെല്ലാവർക്കും സമർപ്പിക്കാം. അതിനായി നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ താഴ്ത്താം. ഇതിലൊന്നും നമ്മൾ ആരുമല്ല പ്രശംസിപ്പാൻ. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിട്ടൂല വെറുതെ ഇരുന്ന. അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി ഭാരം ചുമക്കണം. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും കർത്താവ് സ്പെഷ്യലായിട്ട് വിളിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും വാ, എന്റെ അടുക്കലേക്ക് വാ, ഞാൻ നിനക്ക് ആശ്വാസം തരാം. പറമ്പിൽ കളക്കണവരല്ല വിളിച്ചാട്ടോ. തിരുവചനത്തിന് വേണ്ടി, ആത്മീയ വെളിപ്പാടുകൾക്ക് വേണ്ടി, ആത്മീയ ജാഗ്രതയ്ക്ക് വേണ്ടി, വചനത്തിൽ വേര് ഊന്നാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അധ്വാനിക്കുന്നവരെയാണ് വിളിച്ചത്. ഈ വിളി നമുക്കുള്ളപ്പോൾ തന്നെ ഭൂമിയിൽ വേല ചെയ്യണം, ഇല്ലെങ്കിൽ തിന്നരുത്. വിളി അകത്തെ മനുഷ്യനെയാണ്, പുറത്തെ മനുഷ്യന് അല്ല. പുറത്തെ മനുഷ്യൻ വേല ചെയ്യണം, അകത്തെ മനുഷ്യന് വിളിയുണ്ട്. ഗൂഢമനുഷ്യന് ദൈവത്തിന് വിളിയുണ്ട്, പുറത്തെ മനുഷ്യൻ ഭൂമിയിൽ വേലയാണ്. അതിനായി നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം. എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം.